ബഷീറിന് അഭിനന്ദനങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ താങ്കൾക്ക് തുടരാം എന്നും പറയുമ്പോൾ സന്തോഷം തന്നെയാണ്. പണ്ടും ഞങ്ങൾ കഞ്ഞി കുടിച്ചാലും വന്നു കയറുന്നവർക്ക് ബിരിയാണി വെച്ച് വിളമ്പുമെന്ന് തന്നെയാണ് മേൽമുറിക്കാരുടെ പക്ഷം. ആ മേൽമുറിയുടെ പ്രതീകം തന്നെയാണ് ബഷീറും. കാമുകന്റെ കാവ്യം രചിച്ച താളുകൾക്ക് മേൽമുറിയുടെ ഹൃദയവിശാലത പറയാനേറെയുണ്ട്. വായിക്കാൻ ആളുണ്ടാവുമ്പോൾ എഴുത്തുകാരുണ്ടാവും, കേൾക്കാൻ ആളുണ്ടാവുമ്പോൾ പറയാനും. മുമ്പ് കേൾക്കാത്തവർക്കായി ഒരു കഥ പറയാം. മിനിക്കഥയാണ്. ആദ്യ രാത്രി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വധു. അതൊരു നിലാവുള്ള രാത്രിയായിരുന്നു. ഉള്ളിൽ കാവ്യാത്മകതയുള്ള അവള് നിലാവ് കണ്ടപ്പോൾ റൊമാൻറ്റിക്കായി. എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, നോക്കൂ എന്ത് സുന്ദരമായ നിലാവ്, എന്ത് മനോഹരമായ നിലാവ്, പൂനിലാവ് എന്നൊക്കെ പറഞ്ഞു നിലാവിനെ വർണ്ണിക്കാൻ തുടങ്ങി. ഭർത്താവ് പറഞ്ഞു, നിർത്തൂ, മണ്ടത്തരം പറയാതിരിക്കൂ, നിലാവ് പോലും അത് സൂര്യന്റെ പ്രകാശത്തെ ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നതല്ലേ. തേഞ്ഞ് അവൾക്ക് ആ പ്രഥമ രാത്രി മൂകരാത്രി. അരസികനായ ഭർത്താവിനെ തിരുത്തേണ്ടി വരും, ഭർത്താവായി പോയില്ല എന്നാ. മറിച്ച് അയാള് പാല് പോലുള്ള പൂനിലാവിൽ ഈ പാരിടം കുളിരേകുവേ ഓമനെ നീയുമൊത്ത് പാരിതിൻ കേളിയാകുവാൻ വന്നു ഞാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ രാത്രി സജീവമാകുമായിരുന്നു. അവളുടെ മനസ്സ് പുഷ്പിത സുരഭില സുന്ദരമാകുമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ജീവിതം കളറായനെ. പറഞ്ഞത് സൺലൈറ്റിന്റെ റിഫ്ലക്ഷൻ ആണെന്നാണ്. കഥയിലേക്ക് തിരിച്ചു വരാം. കുറച്ച് ദിവസം കഴിഞ്ഞ് അവര് കടൽ കാണാൻ പോയി. കാൽപ്പനികതകളേറെയുള്ള അവള് കടൽ തീരത്തിരുന്ന് പറഞ്ഞു, നോക്കൂ കടൽ എന്തൊരു പ്രചോദനമാണ്, എത്ര ആവേശത്തോടു കൂടിയാണ് ഓരോ തിരകളും തീരത്തെ വന്ന് മുത്തമിട്ട് ഉപ്പുവരലുകൾ വിതറിയിട്ട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്നത്. അബദ്ധം പറയാതിരിക്കൂ. ഡിഗ്രിക്ക് എന്തായിരുന്നു മെയിൻ? മലയാളം. അതാണ്. നീ ഫിസിക്സ് പഠിച്ചിട്ടേ ഇല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. കാറ്റിന്റെ എനർജി ജലോപരിതലത്തിൽ ഘർഷണം ഉണ്ടാക്കുമ്പോൾ വായുവിന്റെ സമ്മർദ്ദം വിഘടിച്ച് മിനിക്കഥയാണല്ലോ. കാര്യം മനസ്സിലായില്ലേ? കഥ അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് അവർ കണ്ടുമുട്ടുന്നത് കുടുംബ കോടതിയിൽ വെച്ചാണ്. ആസ്വദിക്കാൻ അറിയുമെങ്കിൽ ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി. എപ്പോഴും സന്തോഷമായിരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? മറ്റുള്ളവരുടെ സന്തോഷത്തിൽ, മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന, അവർക്ക് പ്രത്യേകിച്ച് പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് അങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. ഉമ്മയെ തിരിച്ചറിയുന്ന മക്കളുണ്ടാവുമ്പോൾ, പെങ്ങന്മാർക്ക് എന്തും പറയാൻ പറ്റുന്ന ആങ്ങളെ ഉണ്ടാവുമ്പോൾ, കുടുംബത്തോളം സുന്ദരമായ മറ്റൊന്നില്ല. നിർഭാഗ്യവശാൽ പലരും അഡ്ജസ്റ്റ്മെന്റാണ്. ഭർത്താവല്ലേ, ആങ്ങള ആയിപ്പോയില്ലേ, എന്തൊക്കെയായാലും ഉമ്മയല്ലേ. വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ അടുത്ത് നമ്മളൊരു സുഹൃത്ത് ഉപ്പാനോട് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. സ്വന്തം ഉപ്പാനോട് അപരിചിതരെ കൊണ്ട് മക്കൾക്ക് വേണ്ടി സംസാരിപ്പിക്കുന്ന മക്കളുടെ ദയനീയമായ അവസ്ഥ. കുടുംബത്തിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം, അവരുടെ കൂടെ ഇരിക്കണം. കുടുംബത്തിന് വേണ്ടി റിസ്ക് എടുത്താൽ നഷ്ടമില്ല എന്നാണ് ലക്കി ഭാസ്കർ പറഞ്ഞത്.